ഗഫൂർക്ക, തേങ്ങ വലിച്ചതിന് ശേഷം ചായ കുടിച്ചിട്ടേ പോകാവൂട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. ചായ മാത്രം പോരാ, പത്രിയും കൂടി വെക്കാൻ പറഞ്ഞേക്ക്. രാവിലെ നമ്മള് നാസ്താക്കിയില്ലാന്ന്. ഓ ആയിക്കോട്ടെ, വിളമ്പി വെക്കാം. വേഗം വരീ നിങ്ങള്. അല്ല എന്താ ഇത്, കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ. എന്താ ഇപ്പം വിശേഷിച്ച്? ഇന്ന് എന്റെ മോനൊരു ഇന്റർവ്യൂ ഉണ്ട്. ഏകദേശം ജോലി കിട്ടിയ മാതിരിയാ. അല്ല, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ ജോലി കിട്ടി അങ്ങ് ഉറപ്പിച്ചോ? ഞമ്മളെ ഇവിടുത്തെ മന്ത്രി ഇല്ലേ, മൂപ്പര് ഞമ്മളെ സ്വന്തം ആളാ. മൂപ്പര് ശുപാർശ കത്തുണ്ട്. മന്ത്രിന്റെ ശുപാർശയായിട്ട് പോയാൽ ഏത് ഓഫീസിലാ ജോലി ഇല്ലാന്ന് പറയാ. അല്ല, ഏത് ഓഫീസിലാണ് ഇന്റർവ്യൂ? കുട്ടൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഗഫൂർക്ക കേട്ടിട്ടുണ്ടോ? അല്ല, ഞമ്മളെ കുട്ടേട്ടന്റെ ഓഫീസ്. അവിടെ നിങ്ങൾ മന്ത്രിന്റെ ശുപാർശയായിട്ട് പോവുകയാണ്. അങ്ങനെ പോയാലും പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരേണ്ടി വരും. അതെന്താ? മൂപ്പർക്ക് ഈ ശുപാർശ എന്ന് കേട്ടാ തന്നെ ആളെളുകും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ. പടച്ചോറെ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? അല്ല, ഗഫൂർക്കൊക്കെ മൂപ്പര് പരിചയമുണ്ടോ? പിന്നല്ലാണ്ട് കൂട്ടേട്ടന്റെ വീട്ടില് തേങ്ങ മറിക്കണേ ഞമ്മളല്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ ഗഫൂർക്ക? ഞാൻ ഈ ജോലി കിട്ടൂന്ന് ആശിച്ചു പോയി. ഈ ബേജാറാണ്ടടോ, ഞമ്മളൊരു കത്ത് തരാം, അതുമായിട്ട് ഈ അങ്ങോട്ട് പോയാ മതി. എന്നാ പിടിക്ക്. അല്ല, ഇതെന്ത് കത്താ? ഇത് കൊടുത്താ ജോലി കിട്ടുവോ? ഈ ഒന്ന് ചെന്ന് നോക്ക്, എന്നിട്ട് പറ. സർ, മേ കം ഇൻ? യെസ്, കം ഇൻ. സർട്ടിഫിക്കറ്റ്സ് പ്ലീസ്. മാർക്കൊക്കെ വളരെ കുറവാണല്ലോ. സാർ, ഒരു കത്തുണ്ട്. ഓ, തേങ്ങ വലിക്കാരൻ ഗഫൂറിന്റെ വേണ്ടപ്പെട്ട ആളാണല്ലേ. യു ആർ അപ്പോയിന്റഡ്. നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. ഒരു ഉപകാരം ചെയ്യണം. ഗഫൂർക്കാരോട് എന്റെ വീട്ടിൽ നാളെ തന്നെ തേങ്ങ വലിക്കാൻ വരാൻ പറയണം. അത് ഞാൻ ഏറ്റു. ഒന്ന് തേങ്ങ വലിച്ചു കിട്ടാൻ എന്തൊക്കെ സഹിക്കണം എന്റെ ഈശ്വരോ.